So the next item is an Abhinaya item, and this is what I would request everyone to listen to me. The item is in Sanskrit, സംസ്കൃതത്തിലാണ്. സോ സാൻസ്ക്രിറ്റ് എല്ലാവർക്കും ചിലപ്പോൾ പരിചയമില്ലാത്തതുകൊണ്ട് വാക്കുകൾ ചിലപ്പോൾ മനസ്സിലാവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. സോ ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റോറി. ഇതിൻ്റെ ഓഥർ അനോണിമസ് ആണ്, നമുക്കറിയില്ല. ആൻഡ് ദി ഐറ്റം ഇസ് കമ്പോസ്ഡ് ഇൻ രാഗമാലിക ആൻഡ് ഓൾസോ താളമാലിക. സോ ദ സ്റ്റോറി ഈസ്, പാർവതി ദേവി ഒരു കരച്ചിൽ കേട്ടിട്ട് ഇങ്ങനെ തേടി വരിക, ആരാ കരയുന്നതെന്ന്. അപ്പോൾ ദൂരെ ഗണപതി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പോയിട്ട് ഗണപതിയുടെ അടുത്ത് ചോദിക്കും, അല്ല, ഹേ 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 രംബ കിമംബ, ഹേ വാട്ട് ഹാപ്പൻഡ്, വൈ ആർ യു ക്രൈങ്, रोदिसी कदम रोदिसी कदം. എന്തിനാ ഇങ്ങനെ കരയണേ? വൈ ആർ യു ക്രൈയിങ്? രോദനം, എന്തിനാ കരയണേ? ഗണേശൻ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പൊ ചോദിക്കും, എന്ത് ഭംഗിയുള്ള തുമ്പിക്കൈ, അല്ല എന്ത് ഭംഗിയുള്ള ചെവിയാ, ആ വലിയ ചെവി അങ്ങനെ മുഖം മറച്ച് ഏങ്ങി അമ്മയുടെ മോൻ എന്തിനാ കരയുന്നേ? എന്ത് ഭംഗിയുള്ള തുമ്പിക്കൈയാ, ആ തുമ്പിക്കൈ വെച്ച് കണ്ണുനീരൊക്കെ തുടച്ച് എന്താ ചെയ്യുന്നേ? നല്ല കൊടവയർ, ആ ഉണ്ണി കൊടവയറിൻ്റെ പുറത്ത് കൈയൊക്കെ കെട്ടി വെച്ചിട്ട്, വൈ ആർ യു സോ ആംഗ്രി? അപ്പോൾ ഗണേശൻ പറയും, അമ്മ ഇപ്പോൾ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള ചെവിയാന്ന്, ആ ചെവി ഈ സുബ്രഹ്മണ്യം പിടിച്ച് വലിച്ചു. അവൻ പറയുക എല്ലാവരുടെ അടുത്തും, എല്ലാ മനുഷ്യർക്കും ഇത്രയുള്ള കുഞ്ഞു ചെവിയാ, ഇവന് മാത്രം എന്തെങ്കിലും മുറം പോലെ ഇരിക്കണ ചെവി. അപ്പൊ പാർവതി ചോദിക്കും, സുബ്രഹ്മണ്യ നീ ഇങ്ങനെ പറഞ്ഞോ? അപ്പൊ സുബ്രഹ്മണ്യം പറയും, അമ്മയ്ക്കറിയാലോ എനിക്ക് കുറേ തലയും കുറേ കണ്ണും ഉണ്ടെന്ന്. ഇവൻ എല്ലാവരോടും പറയുക, സാധാരണ മനുഷ്യന്മാർക്ക് 2 കണ്ണേ ഉള്ളൂ, ഇവന് മാത്രം 1 2 3 4 5 6 എത്ര കണ്ണാ എന്നെ കളിയാക്കി. അപ്പൊ ഗണേശൻ പറയും, അമ്മ പറഞ്ഞില്ലേ സുന്ദരൻ തുമ്പിക്കൈയാന്ന്, ഈ സുന്ദരൻ തുമ്പിക്കൈ ആ സുബ്രഹ്മണ്യൻ അവന്റെ വേലെടുത്ത് വെച്ച് ഇങ്ങനെ അളന്നു നോക്കുക. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്